പലരും പലതും പലതും പറയും, പറയാത്തതു നാം എങ്ങനെ കേൾക്കും? കേൾക്കും കേൾക്കും കേൾക്കും. പലരും പലതും പലതും തിരയും, തിരയാത്തതു നാം എങ്ങനെ കാണും? പലരും പലതും പതിവായി അറിയും, അറിയാത്തതു നാം എങ്ങനെ പറയും? കണ്ടില്ല, കേട്ടില്ല, മിണ്ടില്ല ആരാരും. കണ്ടില്ല, കേട്ടില്ല, കേട്ടില്ല, മിണ്ടില്ല ആരാരും. ഇന്നെന്താ വിശേഷം? ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി സാറേ. ധൈര്യമായിട്ട് കഴിക്കും സാറേ. ഒരു ദിവസം മധുരം കഴിച്ചെന്ന് ഓർത്തുണ്ട് ഷുഗർ കൂടി മരിക്കാനൊന്നും പോകുന്നില്ല. ഉറം കഴിക്കും, ധൈര്യമായിട്ട് കഴിക്കും സാറേ. കുഴപ്പമുണ്ടാവില്ല അല്ലേ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിക്കും. എൻ്റെ ഒരു സന്തോഷമല്ലേ. എങ്ങനെയാണ്? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു സാർ. പറ്റുന്ന സാറേ, എന്താ സാറേ വിശേഷം? ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ. ആണോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു സാറേ. സാറേ ലഡു കഴിക്കും. കൺഗ്രാജുലേഷൻ. താങ്ക് യു സാറേ. മീനുകുടി സാർ. ഓ സാറേ, എന്താ ലഡു ഒക്കെ? ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ. അടിപൊളി സാറേ, താങ്ക് യു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? കുറച്ച് വരുമ്പേ ഞാൻ കൊണ്ടു തരാം. എടോ, ഒരെണ്ണം കൊടുക്കോ. മുന്തിരി എടുത്തിട്ട് കൊടുത്താൽ മതി. ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണോ? ആണോ? അന്ന് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആ സാറേ, ആ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞോ? സി സാറിന് കൊടുത്തിട്ടില്ല. ആ, സാറിനുള്ള ഒരു ലഡു മാറ്റി വെച്ചിട്ടേ ഞാൻ 2 കൂടുതൽ എടുക്കുന്നേ. അതിപ്പോ പുതുമയല്ലല്ലോ. ആരെന്ത് കൊണ്ടുവന്നാലും കൂടുതൽ സത്യഭാമയ്ക്ക് വേണം. അതിപ്പോ വിഷം കൊണ്ടുവന്നാലും കൂടുതൽ സത്യഭാമയ്ക്ക് വേണം. അതല്ലേലും ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനാ സാറേ. എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയ അപ്പ വീട്ടുകാരെ ഓർമ്മ വരും, പിന്നെ കഴിച്ച് ഇറങ്ങത്തില്ല. ഇത് കറക്റ്റായിട്ട് വീട്ടിലെത്തുന്നുണ്ടോ? അത് സാർ അറിയേണ്ട കാര്യമില്ല. എന്താ സാറേ, എന്തായാലും സത്യഭാമ സാറ് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും വേസ്റ്റ് ആവത്തില്ല. അത്ര അറിഞ്ഞാ പോരെ സാറിന്? അല്ല സാറേ? അതെ. സാറേ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി സാറേ? 18 വർഷം. 18 വർഷം. ആ സാറേ. നീണ്ട 18 വർഷത്തെ ദാമ്പത്യ ജീവിതം വിജയകരമായി പൂർത്തിയാക്കിയ ഭരത് സാറിന് ഉല്ലാസപുരം പോലീസ് സ്റ്റേഷന്റെ വക ആശംസകൾ. താങ്ക് യു സാർ. വാസി സാറേ, ആ, സാറിന്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? എന്റെ വീനുകുട്ടി എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കണേ? ഞാനത് മറക്കാൻ ശ്രമിക്കുക. ആ, അതെന്താ സാറേ? ഒന്നുമില്ല. എന്നാലും ഭരത് സാറിന് സമ്മതിച്ചിരിക്കുന്നു. ഐതിഹാസികമായ പിടിച്ചു നിൽപ്പിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും നീണ്ട 18 വർഷങ്ങൾ. ഇതെങ്ങനെ സാധിച്ചു സാർ? എങ്ങനെയൊക്കെയോ സാധിച്ചു സാർ. അല്ല സാറേ, സാർ ഈ ആരുടെപ്പോഴുള്ള ചെറുത്തുനിൽപ്പിന്റെ കാര്യം സംസാരിക്കുന്നത്? കുറെ നാളെ ഞങ്ങൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ചെറുത്തുനിൽപ്പ്, പോരാട്ടം, സമരം, സഹനം. ഈ കുടുംബം നോക്കാത്ത ഭർത്താക്കന്മാരുടെ അവസാനത്തെ നമ്പറായത്. ഞങ്ങളെ ചെറുത്ത് നിൽക്കാണ് പോലും. പിന്നെന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നേ? അത് തന്നെ ഇത്രയും കാലമായിട്ട് ഞാൻ ആലോചിക്കണം. ഇതിനും മാത്രം ആലോചിക്കാൻ എന്തിരിക്കുന്നു സാറേ? ആ, അത് കല്യാണം കഴിയാത്ത മീനുകുട്ടിയോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്നാ പിന്നെ കല്യാണം കഴിഞ്ഞ എന്നോട് പറ സാറേ, പറ. ഉത്തരല്ല. ഉത്തരയില്ല. ഉത്തരം ഇല്ലാണ്ടാവുമ്പോ എല്ലാ ആണുങ്ങളുടെ മറുപടി ഇങ്ങനാ. ശരിയാണ് സാറേ. നമ്മൾ സ്ത്രീകൾ എന്തെങ്കിലും കാര്യഗൗരവമായിട്ട് സംസാരിച്ചാ അപ്പൊ തന്നെ പറയും നമ്മൾ ഫെമിനിസ്റ്റ്, അഹങ്കാരി, സർവ്വ കുഴപ്പത്തിനും കാരണക്കാരി. എന്ന ആണുങ്ങൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നമ്മൾ അത് കേട്ടോണ്ട് നിൽക്കുകയും വേണം. എന്ത് പാടപ്പായത്? മീനുകുട്ടി, ഇതും പറഞ്ഞെന്തിനാ നമ്മൾ തല്ലുവിടുന്നത്? ദേ, ഇന്ന് ഭരത് സാറിന്റെ വിവാഹ വാർഷിക. അത് ഇതും പറഞ്ഞ് സാറിന്റെ ഉള്ള സന്തോഷം കളയണ്ട. വാടകട് ഗസ്റ്റ് ഉണ്ടല്ലോ സാറേ. ഒരു പണയം വെച്ച കേസാ. പണയം വെച്ചൊരു കേസാ. കൊണ്ടുപോകണം പണയം വെച്ചത്. വെട്ടിക്കാൻ കൊള്ളാലേ. സാറേ, ഇന്ന് എൻ്റെ വെഡിങ് ആനിവേഴ്സറിയാ. ആണോ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു സാർ. എന്താ ഉള്ളത്? ലഡു ഉണ്ട് സാറേ. കുറച്ച് കേട്ടെ, ഞാൻ കഴിച്ചോളാം. ആയിക്കോട്ടെ. ലഡു വേണോടാ? വേണ്ടേ?
വേണ്ടെങ്കിൽ വേണ്ട. ഞാനേ ഇവന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇറക്കട്ടെ. നീ എന്താ ലഡു കഴിക്കുന്നത്? ഷുഗർ ഉണ്ടോ നിനക്ക്? ഷുഗറിനുള്ള അടിപൊളി ഒരു മരുന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. വാ എൻ്റെ കൂടെ വാ. എന്താണോ എൻ്റെ പേര്? വത്സലകുമാരൻ. വത്സലകുമാരൻ. നീ CI സമർത്ഥനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ആരാണ് സാറ്? നീ അപ്പൊ എന്നെ പറ്റി കേട്ടിട്ടില്ല? ശരി. ഞാൻ ഈ സാധാരണ പോലീസുകാരെ പോലെ സ്റ്റേഷനിൽ വരുന്നവരെ അങ്ങനെ ഇടിക്കാറില്ല. പക്ഷേ ഞാൻ ഇടി തുടങ്ങിയാലുണ്ടല്ല വെടിക്കെട്ടിന് തിരി കൊടുക്കുന്ന പോലെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞു, നീ എന്തിനാണ് ബാങ്കിൽ കൊണ്ട് മുക്കൊണ്ട് പണയം വെച്ചത്? അതൊരു അബദ്ധം പറ്റിയാണ് സാറ്. പിന്നെ അബദ്ധം? ബാങ്കിൽ കൊണ്ട് മുക്കോണ്ടം പണയം വെക്കുന്നതാണ അബദ്ധം. നീ വേറെ ഏതൊക്കെ ബാങ്കിൽ മുക്കോണ്ടം കൊണ്ട് പണം വെച്ചിട്ടുണ്ട്? ഞാൻ ആദ്യമായിട്ടാണ് സാറേ പണയം വെക്കണത്. ഞാനൊരു മാന്യനാണ് സാറേ. മാന്യൻ? ആ ബാങ്കിൽ അപ്രൈസർ എന്നോട് പറഞ്ഞ് അയാൾ ഒരച്ച ഒരു പരിവായിട്ട് അതിൽ നിന്ന് ഒരു തരിപ്പൊല്ലു പോലും കിട്ടിയിട്ടുണ്ട്. എന്റെ മാന്യതയെ കുറിച്ച് ഞാൻ അവിടെ പോയി അന്വേഷിച്ച് വെള്ളം കുടിച്ച് തലണ്ടാക്കിയതാണാ മാന്യത. മനസ്സിലാവുമാരാ, ഉരുണ്ട് കളിക്കാണ്ട് നീ സത്യം പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറെ പണിയുള്ളതാണ്. ഞാൻ വിശ്വസിക്കാവുന്നിടത്തുനിന്ന് എടുത്താണ് സാർ. എടുത്തതാ? അപ്പൊ നീ ഇത് മോഷ്ടിച്ചാണ്? ഞാൻ മോഷ്ടിച്ചതല്ല, എനിക്ക് തന്നാണ് സാർ. ആരാണ്? എൻ്റെ ഭാര്യ. ഭാര്യ നിനക്ക് തന്നു? വെച്ചിരുന്നാലേ ബുക്കൊണ്ടാണ് ഭാര്യ ഭർത്താവിന് പണയം വെക്കാൻ കൊടുക്കുന്നത്. നിന്നെ ഞാൻ എന്താ? അയ്യോ തന്നല്ലേ സാറേ, സത്യമായിട്ടും ഭാര്യ തന്നതാ. സാറേ, എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടോ? ഭർത്താവ്? ആ. എന്താ കാര്യം? എന്റെ ഭർത്താവ് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഭർത്താവ് പോലീസിലാ? അല്ല. പിന്നെ? അത് മുക്കുപണ്ടം കേസിൽ. ഓ സാറേ, ആ ആ മുക്കുവണ്ട കേസ് വന്നിട്ടില്ലേ? അയാളുടെ ഭാര്യയാ. ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ? അതെനിക്കറിയില്ല സാറേ, അതറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരിയാണല്ലോ, നിങ്ങൾക്കറിയില്ലല്ലോ. അല്ല, പുള്ളിക്കാരനെ ഈ മുക്കുകൊണ്ടം സ്ഥിരമായിട്ട് പണയം വെക്കുന്ന ഏർപ്പാടുണ്ടോ? അറിയില്ല സാറേ. ഈ പണയം വെക്കാൻ കൊണ്ടുപോയ സ്വർണ്ണ ആരുടെ? എനിക്കറിയില്ല സാറേ. പുള്ളിക്കാരന് മോഷണം പതിവുണ്ടോ? അതൊന്നും എന്റെ അറിവിലില്ല സാറേ. നിങ്ങളുടെ അറിവിലില്ല, പക്ഷെ അറിയാതെ ഉണ്ടാവാം അല്ലേ? അയ്യോ, അങ്ങനെ പാവാണ് സാറേ. അതെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അങ്ങനെ മാത്രമേ ഉള്ളൂ. അയ്യോ കരയല്ലേ? കുട്ടി കരയല്ലേ? കാണിച്ചു തരാം. അയ്യോ, ഞാനൊന്നും പറയണ്ട. നിങ്ങളൊന്ന് കരയാണ്ടിരിക്കുക. കരച്ചില് നിർത്ത്. എനിക്ക് കണ്ടേ പറ്റുള്ളൂ. എനിക്ക് എന്റെ ഭർത്താവിനെ കാണണം. കരച്ചില് നിർത്ത്. നിർത്ത്. അയ്യോ, രാവിലെ ഒന്നും പറയാണ്ട് പോകുന്നതാ. ഞാൻ എവിടെ? കരച്ചില് നിർത്ത്. കരയല്ലേ? എന്താ? എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അയ്യോ, ഞാൻ കണ്ടിട്ട് പോകും. കരയല്ലേ? എന്താ ഇത്? ഇവിടെ ഒന്നും കരയാനൊന്നും പറ്റത്തില്ല. എന്താ കാര്യം? കരച്ചിലെടുത്ത് നിങ്ങൾ കരച്ചിലെടുത്തേ. ഇല്ല സാറേ, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ അതെ, എന്താ നിങ്ങളുടെ പ്രശ്നം? സാറേ, ആ മുക്കുകൊണ്ട കേസിൽ ആളുടെ ഭാര്യ. ഓ, വത്സലകുമാരന്റെ ഭാര്യയാണല്ലേ? അത് ഞാൻ നിങ്ങളൊന്ന് വിളിപ്പിക്കാനിരിക്കായിരുന്നു. നിങ്ങളുടെ ഭർത്താവ് ഇതിനു മുമ്പ് ബാങ്കിൽ ഇങ്ങനെ മുക്കുകൊണ്ട പണയം വെക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കല്ലേ സാറേ, അത് ചോദിച്ചോണ്ട നേരത്തെ. പണയം വെക്കാൻ പോയിട്ടുണ്ടോ? എനിക്കറിയില്ല സാർ. ആ, അതെങ്ങനെ ശരിയാവും?
നിങ്ങൾ കൊടുത്തിട്ടാണ് പുള്ളി പണയം വെക്കാൻ പോയതെന്നാണല്ലോ എന്നോട് പറഞ്ഞത്. ഞാൻ കൊടുത്തിട്ടില്ല സാർ. ഉറപ്പാണോ? ഉറപ്പ്. ഈ വളകൾ പരിചയം ഉണ്ടാകുന്ന നോക്കിയേ. അയ്യോ, ഇതെന്റെ വളയ സാറേ. ആ നിങ്ങളിത് കൊടുത്തില്ല എന്ന് പറഞ്ഞു. അന്ന് അതാ കാലമാടം കട്ടോണ്ട് പോയതായിരിക്കും സാറേ. അടിപൊളി. അപ്പൊ ഭർത്താവിനെതിരെ 2 കേസായി. അതെന്തൊക്കെയാ സാറേ? ഒന്ന് മുക്കുകൊണ്ടം പണയം വെച്ചത്, ഇപ്പൊ ഈ മോഷണത്തിന്റെ. ഈ വളകൾ മുക്കൊണ്ടോന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? അയ്യോ, അത് സ്വർണ്ണാണ് സാറേ. ഇത് സ്വർണ്ണമൊന്നുമല്ല. ഇത് പണയം വെച്ചതിനാണ് നിങ്ങളുടെ ഭർത്താവിനോട് അറസ്റ്റ് ചെയ്തേക്കണത്. നിങ്ങൾക്ക് എവിടെന്നാ ഈ വളകൾ കിട്ടിയത്? അച്ഛൻ തന്നതാ. അച്ഛനാ? ആ, കല്യാണത്തിന് ശ്രീധനായിട്ട് വാങ്ങിച്ചു തന്നതാ. ഓ, അച്ഛനിപ്പോ എവിടെ ഉണ്ടാവും? സാറേ, എനിക്ക് 3 പെൺമക്കളാണ്. മൂത്തവളെ എങ്ങനെയൊക്കെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. ഇവള് രണ്ടാമത്തോളാണ്. അപ്പോഴാണ് ഈ പയ്യൻ്റെ ആലോചനകൾക്ക് വന്നത്. ഇതൊരു പ്രേമത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ കല്യാണം എല്ലാവരും കൂടെ ഉറപ്പിച്ചു. കല്യാണത്തിൻ്റെ തലേന്ന് ചെറുക്കൻ്റെ അമ്മാവൻ വന്ന് പറഞ്ഞു 25 പവൻ തീർച്ചയായിട്ടും വേണം. സ്ത്രീധനായിട്ട്. അതെ. എന്നിട്ട് ഷിഹാബേ. സാർ, എന്താണ് സാറേ, അമ്മായിപ്പം മരുമോന് പണി കൊടുത്തതാണ്? ഇതൊന്നുമല്ലടോ. പിന്നെ ആ മനുഷ്യനൊരു അയ്യോ ഭാവമാണ്. ആ പിന്നെ ഒരു നിവൃത്തിയില്ലാത്ത കുടുംബത്തില. ഈ പുള്ളിക്ക് 3 പെൺമക്കളാണ്. മൂത്ത മോളെ പുള്ളി ഒരു കണക്കിന് കെട്ടിച്ചയച്ച്, രണ്ടാമത്തതാണ് അവള്. ഇതിനിടക്ക് അവളും അവനും തമ്മിൽ പ്രേമമായി. ഇവനെ തന്നെ വേണമെന്നും പറഞ്ഞ് ഇവള് വാശി പിടിച്ച് നിൽക്കുകയാണ്. അപ്പൊ പുള്ളി കരുതി നടക്കണമെങ്കിൽ അങ്ങോട്ട് നടക്കട്ടെ എന്ന്. അങ്ങനെ കല്യാണം തീരുമാനിച്ച്. കല്യാണത്തിന്റെ തലേന്ന് ഇവന്റെ അമ്മാവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാണ്. കല്യാണം ഉറപ്പിക്കാനാണ് സാർ? കല്യാണത്തലേന്ന് എന്ത് തീരുമാനിക്കാനാണോ? 25 പവൻ ശ്രീധനായിട്ട് കൊടുത്തില്ലെങ്കിൽ കല്യാണം നടക്കൂലെന്ന് പറയാനാണ് പുള്ളി വന്നത്. കാരണവരാകെ പെട്ടുപോയില്ലേ. അയാൾ ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയാനായിട്ട് മോളോട് പറഞ്ഞു നോക്കി. അവള് സമ്മതിക്കോ? ഇവനെ കിട്ടിയില്ലെങ്കിൽ കെട്ടി തൂങ്ങി ചാവെന്നും പറഞ്ഞ് നിൽക്കണം അവള്. എന്നിട്ട് ഇയാൾ ഓൾറെഡി ഒരു 10-23 പവൻ സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗതികേട് കൊണ്ടാടോ ഈ 2 പവൻ അതിൻ്റെ ഇടയിലോട്ട് കയറ്റിയത്. എന്നാലും അയാൾ കാണിച്ച മോശമല്ലേ സാറേ? എന്ത് മോശം? അല്ല, സ്വന്തം മോൾക്ക് മുക്കോണം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് തെറ്റല്ലേ? ഈടോ, പെമ്മക്കളെ കെട്ടിക്കാൻ ഗതിയില്ലാത്ത ഏത് തന്തമാരും ഈ അവസ്ഥയിൽ അതൊക്കെ ചെയ്തു പോകും. ഇപ്പൊ എന്താ ചെയ്യാ സാർ? അവരെ മട്ടുമാതിരം കണ്ടിട്ടേ ഇന്ന് തന്നെ ഡിവോഴ്സ് ആവുന്ന തോന്നണം. അവരങ്ങനെ ഡിവോഴ്സ് ആവാൻ പാടില്ലടോ. എന്താ സാറേ? ആ കാരണവര് വല്ല കടുങ്കൈ കാണിച്ചാലുണ്ടല്ലോ അത് പണിയാവും. അയാൾക്ക് ഇനിയും കെട്ടിക്കാനൊരു മോളുണ്ട്. ആണോ? എന്തി അതൊരു കാര്യം ചെയ്യും, അവരോട് ഇങ്ങോട്ട് വരാൻ പറ. മൂന്നുപേരും വാ. രണ്ടുപേരും തെറ്റിയ സ്ഥിതിക്ക് എനിക്ക് 2 പേരുടെ പേരിലും കേസെടുക്കാതെ നിവൃത്തിയില്ല. കേക്കടി, നിങ്ങളുടെ രണ്ടാളുടെ കാര്യമാണ് പറയണത്. നിർത്തടാ. നിന്റെ ഇങ്ങേരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അയ്യോ, അതിന് അച്ഛൻ എന്ത് തെറ്റാ ചെയ്ത സാറ്? അച്ഛൻ എന്ത് തെറ്റാ ചെയ്തതെന്നാ? ഇവന് മുക്കോണം കൊടുത്ത് പറ്റിച്ചില്ലേടി, അത് തെറ്റല്ലേ? പിന്നെ നീ ചെയ്ത തെറ്റ്. എടാ, സ്ത്രീധനം വാങ്ങുന്നത് കുറ്റകരമാണെന്ന് നിനക്കറിയില്ലേ? ആ സ്ത്രീധനം നീ ചോദിച്ചു വാങ്ങിച്ചു. 2 ബാങ്കിൽ നീ മുക്കുകൊണ്ടം കൊണ്ട് പണയം വെച്ചു. സാറേ, വേണമെങ്കിൽ നമുക്ക് ഇവളെയും കൂട്ടുപ്രതിയാക്കാം മുക്കോണം കൊടുത്ത് പറ്റിച്ചതിന്. ആ കേസ് ഓൾറെഡി ഇങ്ങേരുടെ പേരിൽ ചാർജ് ചെയ്തല്ലോ. അതുകൊണ്ട് 2നെയും പിടിച്ച് ഞാൻ അകത്തിടാൻ പോവാണ്. വേണമെങ്കിൽ നാളെ രാവിലെ കോടതിയിൽ ജാമ്യം എടുത്തോ. അയ്യോ സാറേ, ഇവരുടെ പേരിൽ കേസ് എടുക്കില്ലേ സാറേ?
വീട്ടിൽ വേറെ ആരില്ല സാറേ. എവിടെയെന്ന് അറിയാൻ പാടില്ല. അയ്യോ, എനിക്ക് ആരില്ലാത്തോണ്ടാ. എനിക്ക് കേസ് എടുക്കാതെ നിവൃത്തിയില്ല. പൊന്നു സാറേ, ഞാൻ കാല് പിടിക്കാം. രണ്ടിനെ പിടിച്ചാൽ അയ്യോ, വേണ്ട സാറേ. നിങ്ങളിങ്ങനെ കരയല്ലേ? അയ്യോ, എനിക്ക് വേറെ ആരില്ലാത്തോണ്ടാ സാറേ. നിങ്ങൾ കരച്ചിൽ നിർത്ത്. കരച്ചിൽ നിർത്താൻ. കരച്ചിൽ നിർത്തടി. നീ അവിടെ നിന്ന് കരയണണ്ട. നിന്നെ ഞാൻ വെറുതെ വിട്ട് കഴിഞ്ഞാലേ നിന്റെ കള്ളുകൂടിയൊക്കെ നിർത്തി വീട്ടിൽ വഴക്കൊന്നുമില്ലാതെ ഇവളുടെ ഒപ്പം മര്യാദക്ക് ജീവിച്ചോളൂ. ജീവിച്ചോളാം സാറ്. ഉറപ്പാണോ? ഉറപ്പാണ് സാറ്, ജീവിച്ചോളാം. അതേപോലെ തന്നെ നീ ഇവനുമായിട്ട് പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചോളൂ. ജീവിച്ചോളാം. ഉറപ്പാണോ? ഉറപ്പായിട്ടും. അല്ലെങ്കിൽ വേണ്ട ഷിഹാബേ, രണ്ടിനെയും പിടിച്ചകത്തിട്ടേ. അയ്യോ, വേണ്ട സാറേ, എനിക്ക് വേറെ ആരില്ല സാറേ. ഇവിടെ കിടന്ന് കരയരുത്. അയ്യോ, നിങ്ങളോട് കരയരുത് ഞാൻ പറഞ്ഞു. കണ്ടില്ല സാറേ, ഇവൻ ശരിയാകാല ഇവനെ പിടിച്ച് അകത്തിടണം. സാറേ, ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല സാറേ, ഞാൻ നോക്കിക്കോളാം സാറേ. ഉറപ്പാണോടാ? ഉറപ്പാണ് സാറേ, ഇനി ഒരു കുഴപ്പമുണ്ടാക്കൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് 1 വർഷത്തെ സമയം തരുന്നു. ആ 1 വർഷത്തിനുള്ളിൽ ഇവളുടെ പണയം വെച്ച എല്ലാ സ്വർണ്ണങ്ങളും നീ ജോലി ചെയ്ത് ഇടിപ്പിച്ചു കൊടുത്തോളണം. ഇടിപ്പിച്ചു കൊടുത്തോളാം സാറേ. ഉറപ്പല്ലേ? ഉറപ്പായിട്ടും എടുത്തു കൊടുക്കും. അതേപോലെ ഈ മുക്കുവട്ടത്തിന്റെ കാര്യവും പറഞ്ഞ് ഇവളുടെയോ ഇങ്ങേരുടെയോ മെക്കിട്ട് കയറി എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ മെക്കിട്ട് കയറൂല സാറ്. പിന്നെ ഇവൻ വെള്ളമടിച്ച് വീട്ടിൽ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പം എന്നെ വിളിച്ച് പറഞ്ഞോളാം. ഞാൻ നോക്കിക്കോളാം ഇവൻ്റെ കാര്യം. അതേപോലെ നീ വീട്ടിൽ അനാവശ്യമായ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കരുത്. മനസ്സിലാവണ്ട? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞോ. പറയാം സാർ. അവിടെ റൈറ്റർ ഇരിപ്പുണ്ട്. 2 പേരും ഇനി മേലാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് പൊക്കോ. വിട്ടോ നിൽക്കണ്ട, പൊക്കോ. ധൈര്യമായിട്ട് പോയിക്കോ. ഇനി അവർ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഹലോ സാർ. ഓക്കെ സാർ, ഞാനിപ്പോൾ തന്നെ എല്ലാം സാർ. ഓക്കെ. അല്ല സാർ, അതെ അവർ ആ പാടത്ത് വീണ്ടും മണ്ണടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് അവിടം വരെ പോകണം. വണ്ടി ഇറക്കാൻ തുടങ്ങും സാർ. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട. സമർത്ഥനസൈ പിടിച്ചു കെട്ടിയ കേസാണേ, അത് കടത്തി വെട്ടാൻ ഇവിടിനിയാരും നോക്കണ്ട.